ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്നൊരു കിഡ്നി ബീൻസ് കറിയാണ്, അല്ലെങ്കിൽ രജ്മാ ദാൽ. കുതിർത്ത് വെച്ചിരിക്കുന്ന കിഡ്നി ബീൻസ് വേണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അത് നമുക്ക് പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. അതിനകത്തുള്ളത് ഹോൾ സ്പൈസസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജീരകവും കുറച്ച് വേണം. ഓക്കെ, ഇതൊന്ന് വഴട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് 2 സവാള ആഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചോപ്പ് ചെയ്യാം, കാരണം കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത്. നമ്മുടെ സവാള എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് പകുതി തക്കാളി അരച്ചത് ആഡ് ചെയ്യാം. പുളിപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിടാം. ഇവിടെ അധികം പുളിപ്പ് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ പകുതി തക്കാളി എടുത്തത്. ഇനി ഇതൊന്നും വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ മസാലാസ് എല്ലാം ആഡ് ചെയ്യാം. തക്കാളി എല്ലാം ഒരു ഇതായിട്ടുണ്ട്. നമുക്ക് ഇനി മസാലാസ് ഇടാം. മഞ്ഞൾപ്പൊടി, മസാല, മല്ലിപ്പൊടി, മുളക് പൊടി 2 സ്പൂൺ. ഓക്കെ, ഇതിനകത്തേക്ക് നമ്മുടെ കിഡ്നി ബീൻസ് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മളിത് കുക്കറിലിട്ടൊരു 5-6 വിസിൽ ഏൽപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കറി റെഡി. അതിനുശേഷം നമുക്കതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടാൽ റെഡി. നമുക്കിതിനി കുക്കറിനകത്തിട്ടൊരു 6 വിസിൽ ഏൽപ്പിക്കാൻ പോവാണ്. ഇവിടെ കുക്കറിനകത്തിടുന്നതിന് മുമ്പ് ഞാൻ ഇത് കുക്കറിനകത്തിടുകയും ചെയ്തു. ഒപ്പം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 7-8 വിസിൽ നമുക്ക് കേൾപ്പിക്കാം. കുതിരുന്ന അനുസരിച്ചിട്ടാണ് ആ വിസിൽ കേൾക്കേണ്ടത് കേട്ടോ. അപ്പം നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ആഡ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്